എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ 1 പാർട്ട് 3 ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഓപ്ഷൻ സി ആണ് ആൻസർ, ഗഗൻയാൻ. ഗഗൻയാൻ ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. 2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സി ആണ് ആൻസർ, ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ വിജയ് എന്താണ്? 1961 ഇന്ത്യൻ സൈന്യം ഗോവ വിമോചനത്തിനായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഇന്ത്യൻ സൈന്യം ഗോവ വിമോചനത്തിനായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. സിയാച്ചിൻ ഗ്ലേഷ്യർ നിയന്ത്രണത്തിലാക്കാനായി 1984 ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ ഗ്ലേഷ്യർ നിയന്ത്രണത്തിലാക്കാനായി 1984 ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഓപ്ഷൻ എ ആണ് മനു ഭാക്കർ. മനു ഭാക്കറാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. 26ാമത്തെ ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ആണ് ഇരുമ്പ്. ഇരുമ്പാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗോദാവരി. ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഗോദാവരി നദിയുടെ മറ്റ് പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, പെൺഗംഗ, ശബരി, മഞ്ചിമ, പൂർണ്ണ. ഇന്ദ്രാവതി, പെൺഗംഗ, ശബരി, മഞ്ചിമ, പൂർണ്ണ. ഗോദാവരി നദിയുടെ പോഷക നദികൾ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഒരു കോഡുണ്ട്. ഗോദയിൽ ഇന്ദ്ര എന്ന പെൺകുട്ടി ശബരിയെയും മഞ്ചിമയെയും പൂർണ്ണമായി തോൽപ്പിച്ചു. ഗോദയിൽ ഇന്ദ്ര എന്ന പെൺകുട്ടി ശബരിയെയും മഞ്ചിമയെയും പൂർണ്ണമായി തോൽപ്പിച്ചു. ഗോദ എന്നത് ഗോദാവരി, ഇന്ദ്ര എന്നത് ഇന്ദ്രാവതി, പെൺകുട്ടി എന്നത് പെൺഗംഗ, ശബരി, മഞ്ചിമ എന്നത് മഞ്ചിമ തന്നെ, പൂർണ്ണമായി പൂർണ്ണ. 28ാമത്തെ ക്വസ്റ്റ്യൻ, പാമ്പാടും ചോല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ ആണ് 2003. 2003 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ
ഡി ആണ് ആൻസർ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 31ാമത്തെ ക്വസ്റ്റ്യൻ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ മമ്മൂട്ടി. മമ്മൂട്ടിയാണ് 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 33ാമത്തെ ക്വസ്റ്റ്യൻ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി ആണ് ആൻസർ 2018. 2018 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത്. 35ാമത്തെ ക്വസ്റ്റ്യൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ സുമതി. സുമതിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ആരൊക്കെയാണ് കഥാപാത്രം എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കണം. മല്ലി, രേഷ്മ, കിരൺ എന്നിവരെല്ലാം ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയത് അഖിൽ പി ധർമ്മജനാണ് എന്നും നമ്മൾ ഓർത്തിരിക്കണം. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ 30% ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി. 37ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വയനാട്. വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കി ജില്ലയിലും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് വയനാടുമാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്.